യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലോ UAE-യിലോ അത് മറ്റു വിദേശ രാജ്യത്തൊന്നല്ല, നമ്മുടെ സ്വന്തം ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ടുള്ള കേരളത്തിലാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഹൈവേകൾ പ്രാബല്യത്തിൽ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ചുരുങ്ങിയ നേരം കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തെത്താം. പക്ഷെ അപ്പോഴും നമ്മൾ റോഡ് സേഫ്റ്റി നമ്മളെല്ലാരും പാലിക്കണം. കാരണം വേഗത കൂടുന്തോറും അപകടങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോ ശരിക്കും എല്ലാരും ശ്രദ്ധിച്ചിട്ടൊക്കെ യാത്ര ചെയ്യുക. ഇത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. എത്രയോ കാലം മുമ്പ് നമ്മുടെ കേരളത്തിലൊക്കെ ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതായിരുന്നു. കാരണം യാത്രാക്ലേശം അതാണ് നമ്മുടെ ഈ ഒരു സമൂഹം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വൈകിട്ടാണെങ്കിലും നമ്മുടെ കേരളത്തിന് ഇത്തരം ഒരു റോഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു തന്നെയാണ്. ഇപ്പൊ ഞങ്ങളത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. കുറച്ചൊരു ഭാഗങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ ഞങ്ങള് തിരൂരിന്ന് എങ്ങോട്ടാണ് തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ക്ലിയർ ആയി കിട്ടിയപ്പോ തന്നെ അത് ശരിക്കും യാത്രയില്ലാതെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. 100, 120 നമുക്ക് പോവാം. നമ്മളെ നിയന്ത്രണം നമുക്ക് എത്രത്തോളം നിയന്ത്രിച്ച് പോകാൻ പറ്റും അത്രത്തോളം പോവാം. വേഗത കൂടിയ റോഡിലൂടെ നല്ല എന്താ പറയാ യാത്രാ ക്ലേശങ്ങളെല്ലാം മാറി നല്ല സുഖകരമായി ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവാം.